എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കണോ? നമ്മളോട് അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഊട്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചെറിയ ഒതുക്കലും പറക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. നമ്മളെ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് ആണ്. ഞാൻ അതൊന്നും നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നല്ലേ. ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാമെന്ന്. ഇപ്പം വീട്ടിലെത്തിയിട്ട് എത്ര ദിവസമായി, ഇനി ഇതുവരെയ്ക്കും നിങ്ങൾക്ക് അതൊന്നും കാണിച്ചു തന്നുമില്ല, അതൊന്നും എടുത്ത് ഉപയോഗിച്ചിട്ടുമില്ല കേട്ടോ. 1-2 ഐറ്റംസ് ഒക്കെ കുട്ടികളും ശരത്തേണ്ണൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ കബോർഡിനകത്ത് എടുത്തു വെച്ചതാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ സത്യം പറയണേ സമയം കിട്ടിയില്ല. വേറെ ചില കമ്മിറ്റ്മെൻറ്റ്സ്, വേറെ ചില കാര്യങ്ങളൊക്കെ വന്ന് പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോസ് എടുക്കൽ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനിയെങ്കിലും മര്യാദയ്ക്ക് വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് വരുന്നത്. അല്ലെങ്കിലും ഞാൻ ആഴ്ചയിൽ ഒരു 3 വീഡിയോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് 2 ദിവസം കൂടുമ്പോഴോ മറ്റാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ റെസ്പോൺസ് ഒക്കെ വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെ ഒരു മടിയൊക്കെ തോന്നും. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ കുറേ വീഡിയോ എടുക്കാം. എൻ്റെ ഈ കൺതടത്തിലെ കണ്ണൊക്കെ എന്നെ ചുറ്റും കണ്ട അങ്ങനെ കറുപ്പ് കളറൊക്കെ വരുന്നത്, അതൊക്കെ ഈ ഫോണിൽ നോക്കിയിരുന്ന് എഡിറ്റ് ചെയ്തിട്ടും ഒരേ സാധനത്തിലേക്ക് നമ്മളിങ്ങനെ കുറേ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റൊക്കെ ഇങ്ങനെ കറുപ്പ് കളറൊക്കെ വരില്ലേ, അങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ നമ്മുടെ ആരോഗ്യം ഇതും കളഞ്ഞിട്ട് വീഡിയോസ് ചെയ്യണോ എന്നുള്ള തോന്നൽ ചിലപ്പോഴെങ്കിലും വരും. മനുഷ്യരല്ലേ, ചിലപ്പോഴെങ്കിലും നമുക്ക് മടുപ്പൊക്കെ തോന്നും അല്ലേ. പിന്നെ ഒരാശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും സപ്പോർട്ടിന് ഉണ്ട്. കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്, കമൻസ് അറിയിക്കാറുണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നാലും കൂടുതൽ പേര് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സന്തോഷം ഉണ്ടായിരിക്കും. എനിവേ, ഞാൻ പറഞ്ഞു മടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ചത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാനിങ്ങനെ ഓരോരോ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതായിട്ട് എൻ്റെ മനസ്സിലിപ്പോൾ ഇല്ല കേട്ടോ, ഓർമ്മയിലില്ല. ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് എവിടെ നിന്ന് വാങ്ങിച്ചേ എന്നുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് തെറ്റിപ്പോവും. അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹിൽ സ്റ്റേഷനുകളിൽ ഇപ്പോൾ മൂന്നാറിലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ മൂന്നാറിലും വയനാട്ടിലൊക്കെ പോയ സമയത്ത് ഞാൻ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ച ഐറ്റംസാണ് ഈ കയ്യിലിരിക്കുന്നത്. അതായത് കുറച്ച് ഓയിലുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിലെനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്ന സാധനം നമ്മളുടെ ലൈം ഗ്രാസ് ഓയിലാണ് കേട്ടോ. ഈ പുൽത്തൈലം എന്ന് പറയില്ലേ, ടീ ഓയിൽ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ എവിടെ പോയാലും, ഇതുപോലെയുള്ള ഏത് സ്ഥലത്ത് പോയാലും വാങ്ങിക്കാറുണ്ട്. കാരണം അവിടെ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ നല്ല മണമായിരിക്കും. പിന്നെ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും. ഇത് മെയിനായിട്ട് ഞാൻ എന്തിനാണ് ഈ പുൽത്തൈലം ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ കിച്ചൺ വൃത്തിയാക്കാൻ, തുടയ്ക്കാൻ, എല്ലാ ദിവസവും രാത്രിയിൽ ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ പുൽത്തൈലം കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് വെച്ചിട്ട് തുടച്ചെടുക്കും. അപ്പം നല്ല മണവും ഉണ്ടായിരിക്കും. അതുപോലെ ഈച്ച, പാറ്റ, ഉറുമ്പുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരില്ല കേട്ടോ ഇതിൻ്റെ സ്മെല്ല് കാരണം കൊണ്ട്. പിന്നെ നല്ല മണമായിരിക്കും നമ്മുടെ കിച്ചണ്. നല്ല ഒരു റീഫ്രഷിങ് ഫീലൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ട് തുടച്ചിട്ടാൽ നല്ലതായിരിക്കും. അത് കാരണം കൊണ്ട് ഞാൻ ഈ ലെമൺ ഗ്രാസ് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളൊരു ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഭൂരിഭാഗവും ഓയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ. ഇതാണ് ആദ്യത്തെ ഐറ്റം. പിന്നെ അവിടെ നിൽക്കുന്ന ചേച്ചി പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഓയിൽ. ഇത് എന്താണെന്നറിയോ, ഇത് നമുക്ക് കൈക്കാലും ഒക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, ഈ പേശികളിലും ഏപ്പുകളിലൊക്കെ, അതായത് ഈ ഇവിടെ കൈയിൻ്റെ മുട്ടുമ്മ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയില്ലേ, ബാക്ക് പെയിന്, അങ്ങനെയുള്ള വേദനകളൊക്കെ ശരീരത്തിന് തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച ഒരു ഓയിലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. അടുത്തത് ഞാൻ യൂക്കാലിപ്സിൻ്റെ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാ വെച്ചാൽ എനിക്ക് എപ്പോഴും തലവേദന വരും. നമ്മൾ ഈ ഫോണിലൊക്കെ എപ്പോഴും നോക്കിയിരുന്നിട്ടേ
തലവേദന ഒരു വലിയ പണിയാണ്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ യൂക്കാലിപ്സിൻ്റെ ഒരു ഓയിൽ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ പോയപ്പോഴേ അലോവേര ജെല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അലോവേര ജെല്ല് കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് വാങ്ങിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ചെറുതാ വാങ്ങിച്ചത്, ഇത്തവണ ഞാൻ കുറച്ച് വലുത് വാങ്ങിച്ചു. ഇതെന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുക, അതുപോലെ വല്ലാണ്ട് ഡ്രൈനെസ് ഒക്കെ തോന്നുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഞാൻ ഈ അലോവേര ജെല്ല് എടുത്ത് മുഖത്ത് ഇടാറുണ്ട്. പിന്നെ ഈ കണ്ണിന് ചുറ്റും കറുപ്പൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അലോവേര ഇവിടെ മേലെ നിൽപ്പുണ്ട് കേട്ടോ, നമുക്ക് ചെടിയുണ്ട്, അത് പോയി പൊട്ടിക്കാനും അത് ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാനൊക്കെ മടിയാണ്. അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പോലും പെട്ടെന്നൊന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ എടുത്തിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ അലോവേര ജെല്ല് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയോ? 300 രൂപ കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. ഇത് അലോവേരയുടെ ഫേസ് ജെല്ലാണ് കേട്ടോ. അപ്പൊ നമുക്ക് മോയ്സ്ചറൈസറിന് പകരമായിട്ടും ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരു ആൽമണ്ട് ക്രീം, ആൽമണ്ടിന്റെ ഒരു ക്രീം കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് എനിക്ക് വാങ്ങിച്ചതല്ല, ശരത്തേണ്ണ വാങ്ങിച്ചതാണ്. ഞാൻ അങ്ങനെ കണ്ണിയുടെ ക്രീംസ് ഒന്നും ഫേസിൽ യൂസ് ചെയ്യില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. ഒന്നാമത്തേലും എനിക്ക് ഓയിലി സ്കിന്നാണ്, അതിന്റെ കൂട്ടത്തിൽ ഈ കണ്ണി കണ്ട ക്രീംസ് ഒക്കെ യൂസ് ചെയ്താൽ എനിക്ക് നല്ല പണി കിട്ടും. അപ്പൊ ഇത് ശരത്തേണ്ണ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ആ ചേച്ചിയുടെ ഉറപ്പിലാണ് ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചത് കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന സാധനമാണ്, എന്നാലും വാങ്ങിച്ചു. ഈ ബെഞ്ച് മാർക്ക് ഫാക്ടറി എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. എന്നാലും അവരുടേതായിട്ട് അവർ ഈ കോഫി പൗഡർ, വ്യത്യസ്ത തരം ടീ ഇല്ലേ, ചായപ്പൊടികൾ, ഇതൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു കാർഡമം ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കാർഡമം ടീ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുമ്പോൾ കാർഡമം, അതായത് നമ്മുടെ ഏലക്കായ സെപ്പറേറ്റ് ആണ് പൊടിച്ച് നമ്മൾ അതിനകത്ത് ചേർക്കുന്നത്. അതിന് പകരം ഞാൻ അതടങ്ങിയിട്ടുള്ള ടീ പൗഡർ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ് അവിടെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. അപ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ ഒറ്റ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അതാണ് ഇത്. ശരത്തേട്ടന് ഒരു കോഫി ലവർ ആണ് കേട്ടോ. അപ്പൊ ശരത്തേട്ടന് കോഫി ഇല്ലാണ്ട് പറ്റില്ല. ദിവസം ഒരു കോഫിയെങ്കിലും ശരത്തേട്ടന് കുടിക്കണം. ഞാനാണെങ്കിൽ കുറച്ച് നാളെ മുന്നേ വരെ ഒട്ടും ചായയും കാപ്പിയും കുടിക്കില്ലായിരുന്നു. ഈ മഴയും തണുപ്പൊക്കെ തുടങ്ങിയപ്പോൾ എനിക്കും ഈ ചായ കുടിക്കുന്ന ശീലം വന്നു. ഞാനത് 2 നേരം കുടിച്ചിരുന്നു. ഇപ്പം ഞാൻ 1 നേരമാക്കി കുറച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഊട്ടിയിൽ വെച്ച് തീരുമാനിച്ച കാര്യമാണ്. കുറേ ചായപ്പൊടിയും കോഫി പൗഡറും ഒന്നും വാങ്ങിക്കേണ്ട, അതിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കുടിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ വരും അല്ലേ. അപ്പം അത് കാരണം കൊണ്ട് എല്ലാം ഓരോ പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ശരത്തേണ്ണ ദേ ഒരു കോഫിയുടെ പൗഡർ, ഇത് കട്ടൻ ചായ ഉണ്ടാക്കാനുള്ള കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം ശരത്തേണ്ണ ഈ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓർഗാനിക് റൈസ് വാട്ടർ ഷാംപൂ അവരവിടെ വിൽക്കുന്നുണ്ടായിരുന്നു, അതൊരെണ്ണം വാങ്ങിച്ചു. ഈ ക്യാംഫർ ഓയിൽ, അതായത് നമ്മുടെ കർപ്പൂരത്തിന്റെ ഓയിലില്ലേ, അതൊരെണ്ണം മേടിച്ചു. ഇതൊക്കെ നമുക്ക് നല്ല സ്മെല്ല് വീട്ടിലുണ്ടാവാനും, ഈ ഡ്രൈ പെറ്റൽസ് ഒക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യില്ല, അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ തുള്ളി ഒഴിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. ക്യാംഫർ ഓയിൽ നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിനായിട്ട് ചോക്ലേറ്റുകൾ, ഇത് പലതരം ചോക്ലേറ്റ് ആണ്. എല്ലാം ഈ 100 ഗ്രാം അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ വാങ്ങിച്ചോളൂ. കാരണം ഇവർക്ക് ഒരുപാട് ചോക്ലേറ്റ് കിട്ടി ഇവർ അത് കുത്തിയിരുന്ന് തിന്നും. അതൊരു ചോക്ലേറ്റ് ഫാക്ടറി അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ പ്ലെയിൻ ചോക്ലേറ്റുകളാണ് കൂടുതലും വാങ്ങിച്ചത്. ഒക്കെ 100 ഗ്രാം 100 ഗ്രാം വെച്ചിട്ടാണ് എല്ലാ ചോക്ലേറ്റും വാങ്ങിച്ചത്. അപ്പോൾ ഒരുപാട് കിട്ടില്ല, ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് കിട്ടുള്ളൂ. പ്ലെയിൻ ചോക്ലേറ്റുകൾ, ഇത് എനിക്ക് വാങ്ങിച്ച പ്ലെയിൻ ചോക്ലേറ്റ്. ഇത് എന്തോ കാഷ്യൂനട്ടോ എന്തോ വെച്ചിട്ടുള്ള, ആൽമണ്ടോ കാഷ്യൂനട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ്. ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും, സൈഡിൽ ഇതിന്റെ നട്ട്സിന്റെ കാണിക്കും. അപ്പൊ അത് പിക്കൂന് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിങ്ങനെ ബോൾസ്, ഇത് പല ഷോപ്പിലും കൂടി ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു കല്ല് മിഠായി. പിന്നെ ഇതുപോലെ ബോൾസ് പോലെയുള്ള ചോക്ലേറ്റ്, അതുപോലെ ഈ ചെറി ഇല്ലേ, ചെറി ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വാങ്ങിച്ചതാണ് കേട്ടോ, ബിരിയാണിയിലും ഇതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ചോക്കോ ചിപ്സ്, ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് മഫിൻസ് ഒക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോക്കോ ചിപ്സ് വാങ്ങിച്ചത്. അതുപോലെ ഇതും ഒരു പ്ലെയിൻ ചോക്ലേറ്റ് തന്നെയാണ്. ഇതാ കണ്ടോ, ഇതും പ്ലെയിൻ ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഉണക്കമുന്തിരിയും
വൈറ്റ് ചോക്ലേറ്റും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഉണക്കമുന്തിരി ഞാൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഇങ്ങനെ ഈ സ്പൈസസും ഇതുപോലെയുള്ള സാധനങ്ങളും ചോക്ലേറ്റുകളും ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ ഉണക്കമുന്തിരിയും ചെറിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചത്. പിന്നെ കുറേ സ്പൈസസ് ഒക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഞാൻ പട്ട വാങ്ങിച്ചു, അതുപോലെ ജീരകല്ലേ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഈ വക ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ചെറിയ ചെറിയ കടകളായിട്ട് അതിനകത്ത് ഉണ്ട് കേട്ടോ. അത് ഒരു വഴി കൂടെ നമ്മൾ കയറിയ ചോക്ലേറ്റ് ഫാക്ടറി കാണാം, ടീ മേക്കിംഗ് കാണാൻ പറ്റും, അവിടെ നിന്നൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വെറുതെ ഒരു തലയിലിടുന്ന ഒരു ചെറിയ ക്ലിപ്പ് അങ്ങനെ കുറച്ച് കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അത് കാണാൻ നല്ല ഭംഗി തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ എല്ലാത്തിനും റേറ്റ് കുറവായിരുന്നു കേട്ടോ. അപ്പം 100 രൂപ 120 രൂപയൊക്കെയാണ് അവിടുത്തെ ക്ലിപ്പുകൾക്ക് റേറ്റ് ആയിരുന്നത്, അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കമ്മലുകൾ. ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി വാങ്ങിച്ചത് കമ്മലാണ്. കാരണം എല്ലാത്തിനും 50 രൂപ 100 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള കമ്മൽ. നിങ്ങളിതൊന്ന് നോക്കിയേ, ഞാൻ അടുത്ത് കൊടുന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് 50 രൂപയുടെ കമ്മലാണ് കേട്ടോ. അടുത്തൊരു കമ്മൽ ഇതാണ് കണ്ടോ, എന്ത് രസമാണല്ലേ. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഞാനൊരു ജുംക്ക ഫാൻ ആയ കാരണം കൊണ്ട് ഇതേ ജുംക്കയും വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ പെട്ടെന്ന് എടുത്തിടാൻ പറ്റിയ കമ്മലാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ ജുംക്ക ഞാൻ വാങ്ങിച്ചത്. അടുത്തത് ഇതേ ഈ ഒരു ഫ്ലവറിൻ്റെ കമ്മലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന് 100 രൂപയാണ്. ചിലതിന് 100 രൂപയുണ്ട്, ചിലതിന് 50 രൂപ. പക്ഷെ മാക്സിമം റേറ്റ് വരുന്നത് 100 കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 50ഉം 100ഉം എന്ന് എടുത്ത് പറയാത്തത്. ചിലതിന് 50, ചിലതിന് 100, അങ്ങനെയാണ് റേറ്റ്. പിന്നെ താനക്കുട്ടിക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ കാര്യങ്ങളൊക്കെ തലയിലിടുക. അത് അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാൻ തുടങ്ങിയത്. അതിനോട് 3 എണ്ണം കാണാനുള്ളൂ. അങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, റോസ്മേരി എസെൻഷ്യൽ ഓയിൽ കേട്ടോ. ഇതും ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ താനക്കുട്ടിക്ക് വേറെ എന്തൊക്കെ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എവിടെയൊക്കെ അവൾ എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെ ടീ, ഇത് ചോക്ലേറ്റിൻ്റെ ടീ പൗഡറാണ്. ഇത് ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചു. ഇത് പിക്കുമോനെ കുടിച്ച് നോക്കണം ചോക്ലേറ്റ് ആയ കാരണം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇതിൻ്റെ വലുത് മാത്രമേ കിട്ടുന്നുള്ളൂ, ചെറിയ പാക്കറ്റൊന്നും ഇല്ല. അപ്പോൾ എന്നാലും നമ്മൾ നമുക്കിത് 2027 വരെ യൂസ് ചെയ്യാനായിട്ട് എക്സ്പയറി ഡേറ്റ് കാണണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ടീയാണ്. ഇതിൻ്റെ സാമ്പിൾ ഞങ്ങൾ കുടിച്ചു നോക്കിയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ ശരത്തേന് കുടിക്കാൻ കോഫി പൗഡർ. കോഫിയാണ് ശരത്തേൻ്റെ ഫേവറേറ്റ് സാധനം, ചായ ഒന്നും അത്ര ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം വേറൊരു കമ്പനീനെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോക്ലേറ്റിൻ്റെ ടീ പൗഡർ ഇല്ലേ, ഇത് ഞങ്ങൾ വാങ്ങിച്ചത് നമ്മൾ കൂന്നൂർ പോകുന്ന വഴി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു തേയില തോട്ടത്തിനകത്തൊക്കെ കയറിയിട്ട്. അപ്പോൾ ഞാനൊരു ബാംഗ്ലൂർ മലയാളി എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ടീ പൗഡർ മേടിച്ചത് കേട്ടോ. അപ്പോൾ അതേ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ വേറൊരു ഐറ്റം വാങ്ങിച്ചു, ഗരം മസാലയുടെ പാക്കറ്റ്. ഇത് നോക്കി, ഇതിനകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗരം മസാലേനെ കഴിഞ്ഞും കൂടുതൽ സാധനങ്ങളുണ്ട്. ഇതിനകത്തുണ്ടല്ലോ റോസ് പെറ്റൽസ് വരെ ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊരു കൗതുകം കാരണം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു പാക്കറ്റ്. ഇനി ഇത് നമുക്ക് ചൂടാക്കി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ എങ്ങനെയുണ്ട് ഏതാണ് എന്നൊക്കെയുള്ളത് കേട്ടോ. ഒരു പ്രത്യേക തരം ഗരം മസാല പാക്കറ്റ്, അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. ഇതിനകത്ത് കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഉപയോഗിക്കാത്തത്. നമ്മൾ സാധാരണ ഗരം മസാലയിൽ ഇതെല്ലാം ഉപയോഗിക്കില്ലല്ലോ. നിങ്ങളിത് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിൽ എന്തെല്ലാം ഐറ്റംസും ഉണ്ട് എന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്.
പിന്നെ കുറേ സ്പൈസസ് ഒക്കെ വാങ്ങിച്ചു. പട്ട എപ്പോഴും നിങ്ങൾ ഈ ഒരു പട്ട വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്ന പട്ടയായിരിക്കും. ഇതിനാണ് ഏറ്റവും സ്മെല്ലുള്ളത്. ഇത് സാധാരണ പട്ടയാണ്. ഇത് ഞാൻ ആദ്യത്തെ സ്ഥലത്ത് നിന്ന് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ചു. ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അവരാണ് പറഞ്ഞത് ചുരുണ്ടിരിക്കുന്ന പട്ടയ്ക്കാണ് ഏറ്റവും സ്മെല്ലെന്ന്. അത് ഞാൻ മൂന്നാറിൽ വെച്ച് കണ്ടപ്പോഴും അവരും അങ്ങനെ തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഞാൻ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഈ പട്ട, ഗ്രാമ്പു, ഏലക്കായ് വക സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ ബൾക്കായിട്ട് വാങ്ങിക്കും. എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ നമ്മുടെ ബാംഗ്ലൂരുള്ള ലോക്കൽ ഷോപ്പുകളിൽ നിന്ന് ഞാൻ പർച്ചേസിങ് ചെയ്യാറില്ല കേട്ടോ സ്പൈസസ്. പിന്നെ ഇത് കണ്ടോ, മുളക്, ഈ ഉണക്കമുളകില്ലേ നീളത്, അതിൻ്റെ ഉണ്ടയാണ് ഇത് കേട്ടോ, മുളകാണിത്. അതുപോലെ ഉലുവ, ഇതൊക്കെ 2 പാക്കറ്റ് വീതം അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. പെരിഞ്ജീരകല്ലേ, അത് 2 പാക്കറ്റ് വാങ്ങിച്ചു. പെരിഞ്ജീരകമൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ വാങ്ങിച്ചാൽ. അതുപോലെ ഇത് കണ്ടോ, കായമാണ് ഇത് കേട്ടോ. കായം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട്, നമ്മൾ കട്ടിക്കായല്ലേ വാങ്ങിക്കാറ് നമ്മുടെ ഇവിടെ നിന്നൊക്കെ. ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന കായമാണ് കേട്ടോ. അപ്പം അത് കുറച്ച് ഒരു 200 ഗ്രാമോ മറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രാമ്പൂ, ഏലക്കായ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഞാൻ ഊട്ടിയിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തത്. പിന്നെ ഊട്ടിപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ തനുക്കുട്ടിക്കും പിക്കുമോനും കളി സാധനങ്ങള്, പിന്നെ ഊട്ടി ആപ്പിള്, ഫ്രൂട്ട്സ് കുറച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഊട്ടി ആപ്പിള്, വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെടികൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഊട്ടി പോയി വരുന്ന മിക്കവരും വാങ്ങുന്ന ഒരു സാധനമാണ് ഇത് പറഞ്ഞാൽ ഞാനും വാങ്ങിച്ചു കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. പെയിന്റ് ഒക്കെ ചെയ്തിട്ട് വെറുതെ ഭംഗിക്ക് വയ്ക്കാൻ, അത്രേ ഉള്ളൂ. 200 രൂപ 250 രൂപയോ മറ്റാണ് ഇതിൻ്റെ റേറ്റ്. ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ട് ഭംഗിക്ക് വെക്കാൻ. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികൾ, അതായത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് ചെടികൾ, കുറച്ച് കാക്ടേഴ്സിന്റെ വെറൈറ്റി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ചെടികളുടെ കൂട്ടത്തിൽ. അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലും ഇനി ഞാൻ വിട്ടു പോയിട്ടുണ്ടായിരിക്കും, അത് ഉറപ്പാണ്. കുറച്ച് എന്തൊക്കെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെ വെച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ, ശരത്തന്നെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവരെടുത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കമ്മലുകൾ വേറെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഈ കൂട്ടത്തിലിരിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇടുന്ന് കാണുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരികയാണെങ്കിൽ ഞാൻ അന്നേരം പറയാട്ടോ, ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്ന് കേട്ടോ. ഇപ്പം തൽക്കാലം അത്രേ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ കേട്ടോ. ഒരു കവറിൽ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എടുത്ത് ഇട്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.